എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഇന്ന് ഞാനൊരു ഈസി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകണം. എളുപ്പം നമുക്കൊരു ഉണ്ണിയപ്പം. ഇതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിപ്പൊടിയും ഒരു 1/2 ഗ്ലാസ് മൈദാമാവും 2 സ്പൂൺ റവയും പിന്നെ തേങ്ങയൊക്കെ അതേപോലെ തന്നെ കൊത്തിയിട്ട് പിന്നെ കുറച്ച് എള്ളിട്ടിട്ടുണ്ട്. ഒരു സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടല്ലേ, കുറച്ച് എള്ളിട്ടിട്ടുണ്ട്. അതേപോലെ ഒരു 6 ഏലയ്ക്ക നല്ലോണം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇത്രയും തന്നെ ശകല ഉപ്പും ഇത്രയും തന്നെ ഞാൻ കലക്കി വെച്ചത്. പിന്നെ ശർക്കര പാനിയാക്കി ചൂടോടുകൂടി ഒഴിച്ച് അപ്പോഴും തന്നെ ഉണ്ടാക്കി. അതിനകത്ത് പഴവോ മറ്റോ ഒന്നും ചേർത്തിട്ടില്ല. കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് കോരി ഒഴിച്ച് നല്ല സുന്ദരമായ നല്ല സൂപ്പർ ഉണ്ണിയപ്പം ഇപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, എണ്ണയൊക്കെ നല്ല തിളച്ച് കിടപ്പുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഉണ്ണിയപ്പം കോരി ഒഴിക്കാം. എണ്ണയൊക്കെ നല്ല തിളച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇനി ഒരിത്തിരി നെയ്യ് ഒഴിക്കണം. ശകല നെയ്യ് ഇട്ടാൽ മതി കേട്ടോ, ഒരു നെയ്യുടെ മണം കിട്ടാൻ വേണ്ടി മാത്രം. അല്ലാതെ ഒരുപാട് നെയ്യൊന്നും എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നേ നമുക്ക് മാവിനകത്ത് ചേർക്കാം, അതല്ലെങ്കിൽ എണ്ണ തിളച്ച് വരുമ്പോൾ എണ്ണയ്ക്കകത്തുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിത് കോരി ഒഴിക്കാം. കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം, അല്ലാതെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കണ്ടില്ലേ, ഇനിയിപ്പോൾ ഓക്കെ ആയി. നല്ല ചൂട് വേണം കേട്ടോ, എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് തട്ടി മാറ്റി എളുപ്പം നമുക്ക് ഉണ്ണിയപ്പം കോരിയെടുക്കാം. കണ്ടില്ലേ, എന്ത് എളുപ്പമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി. മെയിനായിട്ട് സൂക്ഷിക്കേണ്ട ചട്ടി കമന്ന് പോകരുത്. ചട്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിയിരിക്കണം, കൈയൊന്നും പൊള്ളാതെ കേട്ടോ. കണ്ടില്ലേ, എളുപ്പം ഉണ്ണിയപ്പം ആയില്ലേ, എന്ത് എളുപ്പമായി. അങ്ങോട്ട് കലക്കി വയ്ക്കുക, ഉണ്ണിയപ്പം ആക്കുക. കണ്ട, അപ്പോൾ നമ്മുടെ ഈസി ഉണ്ണിയപ്പം എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് എളുപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു 3 ദിവസം ഇരിക്കും കേട്ടോ. 3 ദിവസം നല്ലോണം ഇരിക്കും. നമുക്കൊരു കുഴപ്പമില്ലാതെ 3 ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്കൊരു 3-4 ദിവസം എടുക്കാം, കുഴപ്പമൊന്നും വരില്ല. ഇത് നമ്മൾ രണ്ടാമത്തതും കോരി ഒഴിച്ച് അടുത്തതും എടുക്കുകയാണ്. കണ്ടില്ലേ, എന്ത് എളുപ്പമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. ഓരോരുത്തർ പറയുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്നൊക്കെ പറയുന്നത്. ഒരു പാടുമില്ല കേട്ടോ. കലക്കുക, കോരി ഒഴിച്ച് ഉണ്ടാക്കുക. നമ്മുടെ ഈസി ഉണ്ണിയപ്പം നിമിഷം നേരം കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈസി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ചൂട് കാരണം ഇത് മുറിച്ച് കാണിക്കാനൊന്നും പറ്റുന്നില്ല. കണ്ടില്ലേ, ഇത്രയും ഉണ്ണിയപ്പം. 2 ഗ്ലാസ് ചെറിയ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയും ഒരു 1/2 ഗ്ലാസ് മൈദാമാവും 1 സ്പൂൺ റവയും കുറച്ച് തേങ്ങയൊക്കെ വറുത്തതൊന്നുമില്ല, അങ്ങനെ തന്നെ ആക്കിയെടുത്ത് നല്ല സൂപ്പറായിട്ട് നിമിഷ നേരം കൊണ്ട് ഉണ്ണിയപ്പം റെഡി. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിരിക്കും, പഞ്ഞി കണക്കിരിക്കുക. കണ്ടില്ലേ, ചൂട് കാരണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കണേ. അറിഞ്ഞുകൂടാത്തവർ ഇതേപോലെയൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്, എളുപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാം നമുക്ക്. ഓണത്തിനപ്പോൾ ഓണമല്ലേ, ഉണ്ണിയപ്പം ധാരാളം വേണം. ഉണ്ണിയപ്പവും നെയ്യപ്പവും കുഴലപ്പവും ഒക്കെ ധാരാളം ഉണ്ടാക്കുന്ന സമയമായിപ്പോൾ. എല്ലാവരും അറിഞ്ഞുകൂടാന്നും പറഞ്ഞിരിക്കരുത്, നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ.